ഹായ് ഗൈസ്, അയച്ചോട്ടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ സോളാർ ലൈറ്റ് എങ്ങനെ ഇത്രയും കൂടെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മളൊക്കെ എക്സ്റ്റേണൽ സോളാർ പാനലൊക്കെ പിടിപ്പിക്കാം എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം അതിന് ഒന്നാമത്തെ കേസ് ഇപ്പോൾ നമ്മുടെ ഈ ലൈറ്റാണ് നമ്മൾ രണ്ടും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഗേറ്റിൻ്റെ സൈഡിലുള്ള രണ്ട് ലൈറ്റാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് കഷ്ടി നമുക്ക് മിക്കവാറും ഒരു 2 മണിക്കൂർ നേരത്തേക്കൊക്കെ ഈ സാധനം കത്തുന്നുള്ളൂ. നമുക്ക് ഇതൊന്ന് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ അടിപൊളിയാക്കി എടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് ഊരട്ടെ. ഇതാണ് നമ്മുടെ 2 ലൈറ്റ് ഊരി എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ഇപ്പോഴും കത്തുന്നുണ്ട്, മറ്റേത് ചാർജ് ഉണ്ട്, 2 കത്തുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അത് അത്യാവശ്യം ബീറ്റണപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല പൊടിയും പടലും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിത് എന്താണ് ചെയ്യാൻ പോകണമെന്ന് നോക്കാം. ഇന്നത്തെ പരിപാടിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് വേണം. അതായത് ഇത് ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സർക്യൂട്ടാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് TP4056 പ്രൊട്ടക്ഷൻ മോഡ്യൂളാണ്. അപ്പോൾ ഇതിന് ഇൻപുട്ടും ഉണ്ട്, ബാറ്ററി സോൾഡർ ചെയ്യാനുള്ള പോയിൻറ്റ്സും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതായിരിക്കും ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് പരിചയം ഉണ്ടാവും, ലൈറ്റിൻ്റെ ഇൻസൈഡ് കണ്ട് പരിചയം ഉണ്ടാവും. ഇതൊരു ലിഥിയം അയൺ ബാറ്ററിയാണ്, 18650 ബാറ്ററിയാണത്. ഇതിൻ്റെ 3.7 ആണ് നോമിനൽ വോൾട്ടേജ്, 4.2 വോൾട്ടാണ് ഫുൾ ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1500 mAh ആയിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് കൂടിയ ബാറ്ററി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ കപ്പാസിറ്റി നമുക്കൊരു 1500 mAh എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് കരുതാം. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ബൾബുകൾ LED എടുക്കുന്നത് ഏതാണ്ട് 1 ആംപിയറിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം 1000 mAh ബാറ്ററി അല്ലെങ്കിൽ 1500 mAh ബാറ്ററി വെച്ചിട്ട് ഇത് കറക്റ്റ് ഏതാണ്ട് ഒരു മണിക്കൂർ കത്തിക്കാനുള്ള പവറേ ഉള്ളൂ. നമ്മുടെ LED-കളെല്ലാം കൂടെ ഫുൾ പവറിൽ 1 മണിക്കൂർ കത്തിക്കാനുള്ള പവറേ ഈ ബാറ്ററിയിലുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഒരു 12 വോൾട്ട് ബാറ്ററി വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ കമ്പോണൻസ് വേണമെന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ ബാറ്ററിക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ആവുന്ന വരെ ഇത് ചാർജ് ചെയ്തോളും. നമ്മൾ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 12 വോൾട്ട് ബാറ്ററിനെ 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊരു സ്റ്റെപ്പ് ഡൗൺ ബക്ക് കൺവേർട്ടറും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ 12 വോൾട്ട് കൊടുക്കും, ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ 5 വോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ മോഡ്യൂളിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ വരുന്നത്. അപ്പോൾ ഈ മോഡ്യൂൾ നമ്മുടെ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്യും. അതുകൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ലൈറ്റ് അത്യാവശ്യം കൂടുതൽ പവറാണ് എടുക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിനായിട്ട് നമ്മൾ 2 റെസിസ്റ്ററാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോസിറ്റീവിലൊരു 1 ohm റെസിസ്റ്ററും നെഗറ്റീവിലൊരു 0.4 ohmസിൻ്റെ റെസിസ്റ്ററും ഇട്ട് കൊടുക്കാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ബാറ്ററി വരും. അപ്പോൾ ഞാനിത് മാക്സിമം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എളുപ്പമായിട്ടുള്ളൊരു രീതിയിലായിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ബാറ്ററിയാണ് ഊരിയെടുക്കുന്നത്. ഈ ബാറ്ററി നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ B+ B- എന്ന് പറഞ്ഞ പോർട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ചുമന്ന വയർ പോസിറ്റീവാണ്, അത് B+ലും, കറുത്ത വയർ നെഗറ്റീവാണ്, അത് B-ലുമാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ വയർ കറക്റ്റായിട്ട് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ അടിച്ചു പോകും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ബക്ക് റെഗുലേറ്ററിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് പവർ കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ടിലേക്ക് റെഗുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ ലാബ് ബെഞ്ച് പവർ സപ്ലൈയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു പുതിയ മൾട്ടിമീറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. യൂണിറ്റി എന്നാണ് അതിൻ്റെ പേര്, UT33D എന്നാണ് മോഡൽ നമ്പർ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ എത്ര വോൾട്ടേജാണ് ഔട്ട്പുട്ട് എന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് ഒരു 12.5 ആണ് വരുന്നത് കേട്ടോ. നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ സെറ്റ് ചെയ്തിരിക്കുന്നത് 13.6 വോൾട്ടിലാണ്. അപ്പം മൊത്തം 12.5 ആണ് ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് പതുക്കെ നമ്മുടെ ഈ ട്രിമ്മർ തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രിമ്മർ ചിലപ്പോൾ തട്ടുമ്പോൾ ഈ വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കേണ്ട കേസില്ല. മിക്കവാറും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ഇത് മാക്സിമം ഏറ്റവും ടോപ്പ് വോൾട്ടേജിലേക്ക് സെറ്റ് ചെയ്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതായത് ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജിലേക്ക് തിരിച്ചായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുറച്ചധികം തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വോൾട്ടേജ് താഴത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ 12.51 തന്നെയാണ്. ഞാൻ തിരിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണിക്കും, പക്ഷേ കൈ എടുക്കുമ്പോഴത്തേക്കും തിരിച്ച് 12.51 വരും കണ്ടോ.
അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് തിരിച്ചുകൊണ്ടിരിക്കുക, തിരിച്ച് കഴിയുമ്പോഴത്തേക്കും തനി ഓട്ടോമാറ്റിക്കായിട്ട് വോൾട്ടേജ് കുറയുന്നതായിട്ട് കാണാം. കണ്ടോ, 10.33 ആയി. ഇനിയും തിരിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് വീണ്ടും കുറച്ചും കൂടെ കുറയും. കണ്ടോ, 9 ആയി. അപ്പോൾ നൈസായിട്ട് ഇതേമാതിരി ക്ഷമയോടുകൂടെ തിരിച്ച് ഒന്ന് 5 വോൾട്ട് വരെ ആക്കിയെടുത്താൽ മാത്രം മതി. അവസാനം ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടേ തിരിക്കാവുള്ളൂ, കാരണം ഇത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5.25 വോൾട്ട് ആയിട്ടുണ്ട്. കേട്ടോ, 5.25 വോൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് മതി. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബക്ക് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴും സൂക്ഷിച്ച് കൊടുക്കുക. അതായത് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ബക്ക് റെഗുലേറ്ററിൻ്റെ ഔട്ട് മൈനസ് എന്നുള്ളതിൽ ഇൻ മൈനസ്, നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ ഇൻ മൈനസും ഔട്ട് പ്ലസ്സിൽ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ ഇൻ പ്ലസ്സും കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് അടിച്ചു പോകുന്നതായിരിക്കും. കേട്ടോ, അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ പൊളാരിറ്റി എപ്പോഴും ചെക്ക് ചെയ്ത് തന്നെ പോവുക. നമ്മുടെ ഈ കണക്ഷൻ ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മുടെ ഈ സർക്യൂട്ട് നമ്മൾ വിചാരിച്ച മാതിരി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്ത് വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ മൾട്ടിമീറ്ററിൻ്റെ ഒരു പുതിയ ഫീച്ചറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. ഇത് കണ്ടോ, ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേൻ്റെ ബാക്ക് ലൈറ്റായിട്ട് കാണാം. അപ്പം നമുക്കിനി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര വോൾട്ട് ഇപ്പോൾ ബാറ്ററിയിലുണ്ടെന്ന് നോക്കാം. ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ 3.81 വോൾട്ട് ബാറ്ററി വോൾട്ടേജ് വരുന്നുണ്ട്. 3.81 ആണ് ബാറ്ററി വോൾട്ടേജ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി എത്ര ഔട്ട്പുട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4.2 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഏതാണ്ട് ഫുൾ ചാർജ് ആയതായിട്ട് നമുക്ക് കാണാം. ഇൻപുട്ടിൽ എത്രയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ബക്ക് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ എത്രയാണെന്ന് നോക്കാം. 5.23 വോൾട്ടാണ് വരുന്നത്. കണ്ടോ, ബക്ക് റെഗുലേറ്ററിൻ്റെ ഇൻപുട്ടിൽ എത്ര വോൾട്ടാണ് വരുന്നതെന്ന് നോക്കാം. ബക്ക് റെഗുലേറ്ററിൻ്റെ ഇൻപുട്ടിൽ നമുക്ക് 13.11 വോൾട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ ബാക്കിൽ എവിടെയാണ് വയർ ഊരിയത് അവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫുൾ ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യും, ചിലപ്പോൾ ലൈറ്റ് കത്തിക്കിടക്കുന്നുള്ളൂ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇതുണ്ടോ, നമ്മുടെ ലൈറ്റ് ഇപ്പം സോളാർ പാനൽ ലൈറ്റിനെ ഫേസ് ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യുന്നതുണ്ടോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ബാറ്ററി ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ കൂടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ചാർജിങ് പെട്ടെന്ന് അങ്ങ് ഓഫ് ആക്കിയെന്ന് വെച്ചോ, കണ്ടോ, ബ്ലിങ്കിങ് നിൽക്കും. നമ്മൾ ചാർജിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലിങ്കിങ് അതിൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്ന ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ഈ മോഡ്യൂളിൽ നിന്ന് നമ്മൾ 5 വോൾട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഔട്ട്പുട്ട് 5 വോൾട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വോൾട്ടേജ് കുറഞ്ഞതായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് 4.26 വോൾട്ടാണ് ഞാൻ അവിടെ ഇൻപുട്ട് കൊടുത്തേക്കണേ. അതായത് ഈ ബാറ്ററിയുടെ ഫുൾ വോൾട്ട്, അതായത് ഫുൾ ചാർജ് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ വോൾട്ടേജ് 4.2 വോൾട്ട് ആവും. ഞാനിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ 4.2 വോൾട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, 4.26 വോൾട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ബാറ്ററിയിലേക്ക് വരുന്നത് നമുക്ക് 4.19 വോൾട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 4.19 വോൾട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 4.19 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബാറ്ററി കറക്റ്റ് ഫുൾ ചാർജ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് അതിൻ്റെ ഫുൾ ചാർജിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഇത് ശരിയായി. ഇനി ആ കൂടെ നമുക്ക് വേണ്ടത് ഇതേമാതിരത്തെ നമ്മുടെ ലീഡുകൾ നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുക. ഒരു തുളച്ച് 2 വയറും ഈ ലൈറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ മോഡ്യൂളിൽ ഉണ്ടായിരുന്ന 2 LED ഇതിൽ നിന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, ഈ LED കത്താനായിട്ടുള്ള ചാർജും കൂടെ നമ്മുടെ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ ഓരോ LED നിസ്സാരമായിട്ടൊരു 10 മില്ലി ആംപിയർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും 2 LED ആകുമ്പോൾ 20 മില്ലി ആംപിയർ ആയി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലത്തേക്ക് 2 LED ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിത് പവർ അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ LED കത്തില്ല. കണ്ടോ, LED-കളൊന്നുമില്ല, അപ്പോൾ ഒന്നും കത്തുന്നില്ല. പിന്നെ ഇപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമ്മീറ്റർ, അതായത് ഇത് പുതിയ മൾട്ടിമീറ്റർ ഞാൻ മേടിച്ചതാണ്. യൂണിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ നോക്കാൻ പോകുന്നത് ബാറ്ററി ചാർജിങ് എത്ര ആംപിയർ വെച്ചിട്ട് വരുന്നുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മുടെ ആംപിയർ മോഡിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രോബ് നമ്മുടെ
മൾട്ടിമീറ്ററിൻ്റെ ചുവന്നതിലേക്കും അടുത്ത പ്രോബ് എടുത്ത് നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് സർക്യൂട്ടിലേക്കും കൊടുക്കുകയാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.7. അപ്പോൾ അതായത് പ്രത്യേകിച്ച് കൂടുതൽ കറണ്ടൊന്നും എടുക്കുന്നില്ല. കണ്ടോ 0.6 0.7. കണ്ടോ 0.06. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 0.7 അത്രയൊക്കെ ഉള്ളൂ. 7 mAh 6 mAhലൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഞാൻ 2 റെസിസ്റ്റർ ഇടുന്ന കേസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് അതിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് മാറ്റി 2 റെസിസ്റ്ററും നമ്മൾ പോസിറ്റീവിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരെണ്ണം പോസിറ്റീവിലും മറ്റേത് നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്ത് ബലം കിട്ടില്ല, ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 റെസിസ്റ്ററും കൂടെ 2 റെസിസ്റ്ററും സീരീസ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ പോസിറ്റീവിലേക്ക് ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്യണം. റെസിസ്റ്ററിൻ്റെ കാല് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. എനിക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവിലേക്ക് തന്നെ 2 റെസിസ്റ്ററും സീരീസ് ആയിട്ട് കൊടുത്തത് കേട്ടോ. നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ കൂടെ നമുക്ക് നമ്മുടെ ലൈറ്റുമേ ഒരു തുളച്ച് 2 വയർ ഇടാനുള്ള ഒരു തുളയും കൂടെ തുളച്ച് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം അത് നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കളയുകയാണ്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു സ്പേസ് ഉള്ള ഒരു ലൈറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ബോർഡുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് സ്ട്രിങ് ഒക്കെ വെച്ച് ഒന്ന് ചൂടാക്കി നല്ല ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം അതെന്തായാലും മസ്റ്റാണ്, കാരണം വെള്ളമൊക്കെ ഇറങ്ങണതാണ്. അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ഈ സാധനങ്ങളൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:45 നമ്മളിന്ന് സെറ്റ് ചെയ്ത ലൈറ്റ് ഇപ്പോഴും കത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം നമ്മുടെ വർക്ക് ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് ബാറ്ററി. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നേരം എന്തായാലും കത്തും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളെ രാവിലെ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് ഒരു ബാറ്ററി ചാർജ് ചെയ്ത് സോളാർ പാനലിൽ നിന്ന് ബാറ്ററി ഹുക്ക് ചെയ്യും. ആ ബാറ്ററി ഹുക്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കണക്ഷനും കൂടെ നമ്മുടെ ഈ വയർ ലൈറ്റിൻ്റെ കണ്ടോ 2 വയർ ഇട്ടിട്ടുണ്ട്, ആ വയറിലേക്ക് നമ്മൾ കൊടുത്ത് ചാർജ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours നമ്മുടെ ലൈറ്റ് ചാർജ് ആയിക്കൊണ്ടിരിക്കും. എപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും എപ്പോൾ ആൾ വന്നു കഴിഞ്ഞാലും ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കത്തിയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ. നമുക്ക് നാളെ നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം 10:38. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ടൊന്നും ലൈറ്റ് വീഴുന്നില്ല കേട്ടോ. കണ്ടോ ഈ മൂലയ്ക്കൊന്നും ലൈറ്റ് വീഴുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സോളാർ പാനലിൽ ഫുള്ള് ലൈറ്റ് വീണില്ലെങ്കിൽ ചാർജിങ് നടക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ തന്നെ ഓൾറെഡി ഇച്ചിരി ലെങ്ത്ത് കൂടിയെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബൈക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ചാർജിങ് സർക്യൂട്ടും കാര്യങ്ങളും, ഇത് പെട്ടിയൊന്നുമില്ല, ഞാൻ ടെസ്റ്റിങ്ങിന് വെച്ചതാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സോളാർ പാനലിൽ നിന്ന് ബൈക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ മതിലിൻ്റെ അവിടെ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബാറ്ററി കയ്യിൽ തന്നെയുള്ള ഒരു പഴയ UPSൻ്റെ ബാറ്ററിയാണ്. ഇത് അത്യാവശ്യം നല്ല ബാറ്ററിയാണ്, വർക്ക് ചെയ്യിക്കാൻ UPS ഇല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ആ UPS ബാറ്ററി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.